സ്വീകരിക്കാനും നിലനിർത്തുവാനും നാഥാ നീ തൗഫീക്ക് പ്രദാനം ചെയ്യണമേ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സന്തോഷവും ആഹ്ലാദവും നിലകൊള്ളുന്നത് ഒരു വൈകുന്നേരം, ഒരു പ്രഭാതം വൈകുന്നേരമായി തീരുമ്പോൾ ഇന്നത്തെ ദിവസം എന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന മനസ്സന്തോഷമാണ്. ആ ദിവസത്തെ സംതൃപ്തിയോടുകൂടെ ഓർക്കുവാനും അന്നത്തെ രാത്രി സമാധാനത്തോടുകൂടെ ഉറങ്ങുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നമ്മുടെ മനസ്സിലെടുക്കേണ്ട ഒരു തീരുമാനം, ചെറുതൊക്കെ ചില അപാകതകളൊക്കെ എന്നിലും നിങ്ങളിലും സംഭവിച്ചു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജോലികളുടെ മേഖലകളിലാകാം, അതല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായ രംഗങ്ങളിലാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലാവാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക രംഗങ്ങളിലാവാം. അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ചില തെറ്റുകൾ അതും കൂടെ മാറ്റി നിർത്തി നല്ല ഹൃദയ സമാധാനത്തോടുകൂടെ, ഒരുപക്ഷെ മരണം മുന്നിൽ വന്നാലും നാഥ പരമാവധി സൂക്ഷിച്ചാണല്ലോ ഞാൻ ജീവിച്ചത് എന്ന് ആത്മവിശ്വാസത്തോടുകൂടെ മരണത്തിന്റെ മുന്നിൽ ധൈര്യപൂർവ്വം കിടക്കുവാനുള്ള ഒരു കരുത്ത് സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ചില ആലോചനകളാണ് ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഒരല്പസമയം ചർച്ച ചെയ്യാനും പങ്കുവെക്കാനും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, തെറ്റ് സംഭവിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. മുമ്പത്തേതിനേക്കാളും അധികമാണ് സഹോദരങ്ങളെ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരുപക്ഷെ ഒരു അന്യ സ്ത്രീയെ അവിഹിതമായി ഒന്ന് നോക്കുന്നുവെങ്കിൽ ആ സ്ത്രീ അത് കാണും, എന്റെ മാന്യതയെക്കുറിച്ച് അവൾ തെറ്റിദ്ധരിക്കും, ഞാൻ മാന്യനല്ലെന്ന് അവൾ വിചാരിക്കും എന്നെങ്കിലും ഒരു ബോധം ഒരുപക്ഷെ ഒരു തെറ്റിന് തടസ്സമായിരിക്കാം. മുമ്പ് മദ്യപിച്ചാൽ ഞാനൊരു മദ്യപാനിയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു പോകുമല്ലോ എന്ന ഒരു അപമാനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ തടസ്സപ്പെടുത്തിയേക്കാം. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ പറ്റി മാറിയിരിക്കുന്നു. ചെറുതായ മാറ്റമൊന്നുമല്ല. നിങ്ങൾക്കറിയുമ്പോൾ വളരെ ചെറിയ കുട്ടികൾ, ഒരു യു പി സ്കൂളിലോ ഹൈസ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾ പോലും ശരിക്കും വൃത്തികെട്ട, നേരിട്ട് കാണുന്ന രംഗങ്ങളെക്കാളും ഏറ്റവും ലൈവായ, നല്ല കളറും ക്ലാരിറ്റിയുമുള്ള വീഡിയോ ക്ലിപ്പുകൾ നിമിഷ നേരം കൊണ്ട് ബ്ലൂടൂത്തിലൂടെ തൊട്ടടുത്ത സുഹൃത്തിന് നൽകുകയാണ്. അവനൊറ്റയ്ക്ക് നമ്മുടെ വീട്ടിന്റെ റൂമിൽ കയറി വാതിലടച്ച് ഒറ്റയ്ക്ക് അവൻ ആ സ്ക്രീനിൽ നിന്ന് വ്യഭിചരിക്കാൻ പറ്റുന്ന ഒരു ദുഷിച്ച സാഹചര്യം പുതിയ ലോകം നമ്മുടെ മുമ്പിൽ വരുത്തിയിരിക്കുന്നു. ഒട്ടേറെ ഗുണങ്ങൾ അതിലൊക്കെ ഉണ്ടെങ്കിലും, ആ മൊബൈലിലും സംവിധാനങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിലും ദോഷങ്ങളാണ് മികച്ചു നിൽക്കുന്നത്. സഹോദരങ്ങളെ, ഇത് കുട്ടികൾ മാത്രമല്ല, സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂക്ഷ്മതാബോധമുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചൊക്കെ എനിക്കത് പറ്റൂല, ഞാൻ അങ്ങനല്ല എന്നൊക്കെ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇത്ര ശക്തമായി ചെറിയ കാര്യങ്ങളെ പോലും സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോൾ ഞാനൊരു അങ്ങേയറ്റത്തൊരു വിശുദ്ധി പാലിക്കുന്നവനാണെന്ന് ഒരുപക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ പ്രഭാഷണങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മളെല്ലാം അപാകത സംഭവിക്കുന്നുണ്ട്. അപാകത സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം ഒരു പ്രവാചകനായി അത്യുന്നതനായി ജീവിച്ച ഒരാളല്ലേ സഹോദരങ്ങളെ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം പെരുമാറേണ്ടി വന്നത് ആരെ കൂടെയാണ്? തന്നെ ഉമ്മയെപ്പോലെ വളർത്തിയ ആ കുടുംബനാഥയുടെ കൂടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ, ഒരുപക്ഷെ 10 വയസ്സിനു താഴെ എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു കൊട്ടാരത്തിൽ വന്നുപെട്ട് ഉമ്മയെപ്പോലെ പരിചരിച്ച ആ സ്ത്രീയാണ് വശീകരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ തന്റെ വീട്ടിലുള്ള ആ സ്ത്രീയാണ് സഹോദരങ്ങളെ ആദ്യമായി അവരെ വശീകരിക്കാൻ. ആ വശീകരണ ശ്രമങ്ങൾ, ഒരു സ്ത്രീ ഒരു പുരുഷനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം അതിശക്തമായി പിടിച്ചു നിന്നു. പക്ഷെ എങ്കിലും പിൻവാങ്ങുവാൻ ആ സ്ത്രീ തയ്യാറായിരുന്നില്ല. വല്ലക്കത്തിൽ അബ്വാബ്, അവൾ എന്ത് ചെയ്തു? ആ വാതിലുകൾ അടച്ചു. കാലത്ത് ഹൈത്തലക്, വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അതായത് സ്വാഭാവികമായി പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ചെറുപ്പക്കാരനെ വാതിലുകൾ അടച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഒരു തിന്മയ്ക്ക് വേണ്ടി സജ്ജമാക്കുന്നത്. അവിടെ നിന്ന് കുതറി ഓടുകയാണ് പുറത്തേക്ക്. നാം ആലോചിക്കണം, കുതറി ഓടുകയാണ്. അത്രമാത്രം സൂക്ഷ്മത പാലിച്ച ആ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഖുർആനിൽ നമ്മൾ വായിച്ചതാണ്, കേട്ടതാണ്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വമാ ഉബർരിഉ നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ കുറ്റവിമുക്തമാക്കുന്നില്ല.
ഒരു തെറ്റ് ചെയ്യാത്തവനാണ്, തെറ്റ് പറ്റിപ്പോകാത്തവനാണ്, തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ലാത്തവനാണെന്ന് ഞാൻ എന്നെ കുറിച്ച് പറയുന്നില്ല. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, തീർച്ചയായും മനസ്സ് തിന്മക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം കണിശമായ തീരുമാനങ്ങൾ എടുക്കും. തഹജ്ജുദിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കരയും, നാഥ തെറ്റിന് തോന്നിപ്പിക്കരുത്, തെറ്റിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തണം എന്ന് ആത്മാർത്ഥമായി പറയും. ചിലപ്പോൾ സുഹൃത്തുക്കളോട് സത്യം ചെയ്ത് പറയും, ഇനി ഞാൻ ആ തെറ്റുകൾക്കില്ല, പ്രവർത്തിക്കില്ല. ഉംറയ്ക്ക് പോയവരും ഹജ്ജിന് പോയവരും അവിടുത്തെ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, നാഥ എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, ഭൗതികമായ സ്വപ്നങ്ങൾ മനസ്സിലുണ്ട്, അത് നീ എനിക്ക് സാക്ഷാത്കരിച്ചു തന്നില്ലെങ്കിലും തെറ്റുകളുടെ മുന്നിലെത്തുമ്പോൾ മനസ്സു പതറാതെ, മനസ്സ് ദുർബലമാകാതെ, തെറ്റിനു മുന്നിൽ കാല് തെറ്റി വീണുപോകാതെ എന്നെ കാത്തുരക്ഷിക്കുവാനും തടുക്കുവാനും നിനക്ക് പറ്റണേ നാഥ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നാട്ടിലെത്തിയപ്പോഴും തിരിച്ചാകുന്നു. സഹോദരങ്ങളെ, തെറ്റുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചെയ്തു കഴിഞ്ഞ് ചെയ്തു തുടങ്ങിയാലോ അതൊരു അഡിക്ഷനാണ്. ഏത് തെറ്റിനുമുണ്ടത്. നമ്മൾ അതിന് അടിമകളായി തീരും. ഒരുപക്ഷെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഏത് ശ്രമങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ സംജാതമാകാറുണ്ട്. ഒരുപക്ഷെ സംഭവിച്ചു പോകുന്ന തെറ്റുകളെക്കുറിച്ച് അത്രയും ശക്തമായ ആളുകൾ പരാതിപ്പെടാറുണ്ട്. ഇന്ന് നോക്കൂ, നിങ്ങൾ കണ്ണുകളെ താഴ്ത്തണമെന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടും സൂറത്ത് നൂറിൽ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിൻ വയഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹർ. സത്യവിശ്വാസിനികളോട് പറയണം കണ്ണുകളെ താഴ്ത്താൻ. അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഏത് സമയത്തും ഒന്നിച്ചു വരുന്ന അവസരങ്ങൾ ഉണ്ടാകും. അവരുടെ പ്രത്യക്ഷമായ സൗന്ദര്യമല്ലാതെ പ്രകടിപ്പിക്കരുതേ എന്ന് അവരോട് പറയണം. ആ സൂറത്ത്, ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? പടച്ചോൻ പറയാണ്, വത്തുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വത്തുബൂ ഇലല്ലാഹി ജമീഅ. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും, ഒരാളെ ഒഴിവാക്കി, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണ്. അപ്പോൾ തെറ്റിന്റെ സാധ്യതകളെ നിരാകരിക്കരുത്. തന്നെക്കുറിച്ച് തെറ്റായ ഒരു ആത്മവിശ്വാസം ഉണ്ടാവരുത്. സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നമ്മളെ തെറ്റിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ ആ തെറ്റുകൾ ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തും, നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തും, പരലോകം നഷ്ടപ്പെടുത്തും, ജീവിതത്തിലെ എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തെറ്റുകളെ നാം ഗൗരവപരമായി പരിഗണിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്തെങ്കിൽ നാളെ പരലോകത്തെ കാര്യം തന്നെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്തുകൾ സൂറത്ത് ഹൂദിൽ നിന്നുള്ള ആയത്തുകളാണ്. അത് വായിക്കുമ്പോൾ, ശരിക്കും അതിന്റെ തഫ്സീറോടുകൂടെ വായിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ്. ഏറ്റവും വലിയ നഷ്ടം എന്നൊരു മനുഷ്യന് പറഞ്ഞാൽ, ഇന്ന് ഈ പന്തലിരിക്കുന്നവർക്ക് എന്തൊക്കെ ജീവിത സാഹചര്യങ്ങളും പ്രതികൂലതകളുണ്ടോ അതിനെ ഒന്നുമല്ല നഷ്ടം എന്ന് വിളിക്കേണ്ടത്. സഹോദരങ്ങളെ, നഷ്ടം എന്ന് പറയുന്നത് എങ്ങനെ അറിയോ? നാളെ പരലോകത്ത് നല്ല സുന്ദരമായ ആകർഷണീയമായ രുചികരമായ പാനീയങ്ങൾ കുടിച്ച് ഒരു ദുഃഖവും മനസ്സിലില്ലാതെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടെ അതിരുകളില്ലാത്ത സ്വർഗത്തിൽ ഓടിക്കളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതേസമയം മറുഭാഗത്ത് ഒരിക്കലും ജ്വാലകൾ അടങ്ങാത്ത നരകത്തിൽ നിത്യവാസികളായി ആമാശയങ്ങൾ പൊട്ടിക്കീർന്ന പാനീയങ്ങൾ കുടിക്കുന്നവർ മറുഭാഗത്ത്. നഷ്ടം താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ്. ആ സ്വർഗത്തിന് പകരമാണ് സഹോദരങ്ങൾ ഇത് കിട്ടുന്നത്. നല്ല ഉയർത്തിവെക്കപ്പെട്ട കട്ടിലുകളിൽ, സോഫകളിൽ ചാരിയിരുന്ന് ഇണകളോടൊപ്പം സന്തോഷം പങ്കിട്ട് ആത്മനിർവൃതി കൊള്ളുമ്പോൾ, പഴങ്ങൾ തിന്ന് ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ സഹോദരങ്ങളെ, മക്കളെയും കുട്ടികളെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, ഇറങ്ങി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു വിളിക്കുന്ന ഒരു നരകമാണ് അതിന് പകരം നൽകപ്പെടുന്നത്. അതുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം. ഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. അവരാണ് നഷ്ടക്കാർ, അവരാണ് ആത്മനഷ്ടം പറ്റിയവർ, അവർ തന്നെയാണ് യഥാർത്ഥ നഷ്ടക്കാർ. ആര് സഹോദരങ്ങളെ? പരലോകത്ത് വിചാരണ പ്രതികൂലമാകുന്നവർ. അവർ കെട്ടിയുണ്ടാക്കിയതും അവരുണ്ടാക്കി പറഞ്ഞതെല്ലാം അവർക്ക് നഷ്ടമട്ട പോയി. അവർക്ക് പ്രതീക്ഷിച്ചതൊന്നും ഇനി കിട്ടുന്നില്ല. അവരെ സഹായിക്കുമെന്ന് പറഞ്ഞ ദേവന്മാരില്ല, ദേവിമാരില്ല, മഹത്തുക്കളില്ല, ആരുമില്ല.
നരകത്തിന്റെ തീജ്വാലകളിൽ അവിടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ്. ലാ ജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ. വീണ്ടും അല്ലാഹു പറയാണ്, ലാ ജറം, നിസ്സംശയം, ഫിൽ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ, അവർ തന്നെയാണ് പരലോകത്ത് നഷ്ടക്കാരനാണ്. അടുത്ത ആയത്ത് എന്താ അറിയൂ? ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വഅഖ്ബതു ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വഅഖ്ബതു ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കിലേക്ക് വിനയത്തോടുകൂടെ മടങ്ങുകയും ചെയ്തവർ. സഹോദരങ്ങളെ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പശ്ചാത്തപിച്ചും ഖേദിച്ചും പടച്ചവനിലേക്ക് മടങ്ങിച്ചെല്ലുന്ന ആളുകൾ, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതന്മാരായിരിക്കുന്നു. അതുകൊണ്ട് പരലോകത്തൊരു നഷ്ടം സംഭവിക്കരുത് എന്ന് വിചാരിച്ച് രഹസ്യങ്ങൾക്കെല്ലാം സാക്ഷിയായ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധിയോടുകൂടെ ചെല്ലാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരു പക്ഷേ ഒരു ശാന്തമായ ഒരു ആലോചന നടത്തി നോക്കൂ നിങ്ങൾ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നത്തെ ഈ സമ്മേളനം കഴിഞ്ഞാൽ ഒരു തെറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒന്ന് കാല് വിറക്കാതെ, ഒന്ന് മനസ്സും ഞെട്ടാതെ നമുക്ക് പോകാൻ പറ്റൂല. സഹോദരങ്ങളെ, വലിയ നഷ്ടങ്ങളാണ്. ഞാനിത് പറയുന്നത് എന്റെ മതപരമായ, എന്റെ പരിമിതമായ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ടും തെറ്റുകളിൽ വേദനിച്ച, ഒരുപക്ഷെ സ്വന്തം കേറാൻ കഴിയാത്ത ഒരു കുഴിയിൽ അകപ്പെട്ടവനേക്കാളും നിസ്സഹായതയോടുകൂടി, അല്ലെങ്കിൽ കത്തുന്ന തീയിൽ നിന്ന് ഓടി പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു നിസ്സഹായനേക്കാളും കണ്ണുകളിൽ നിസ്സഹായത ദർശിച്ച സന്ദർഭങ്ങളാണ് തെറ്റുകളിൽ അകപ്പെട്ടിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഹതഭാഗ്യരായ ആളുകൾ. സഹോദരങ്ങൾ, അത്തരം ആളുകളോട് സംസാരിക്കുമ്പോഴും അവരവരുടെ വേദനകൾ പങ്കുവെക്കുമ്പോഴും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റുകൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. നാം എപ്പോഴും പുനഃപരിശോധന നടത്തണം. നമ്മുടെ ജീവിതത്തിലെ അപാകതകളും രഹസ്യ ജീവിതത്തിലെ തെറ്റുകളും സഹോദരങ്ങളെ നമ്മളെ പരാജയപ്പെടുത്തും, എല്ലാ രംഗത്തും പരാജയപ്പെടുത്തും. അത് ഖുർആൻ തുറന്നു പ്രസ്താവിച്ച ഒരു കാര്യമാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ വിജയിക്കില്ലെന്ന്. തെറ്റുകൾ നമ്മളെ പരാജയപ്പെടുത്തും. അത് ആളുകൾ അറിയുന്നുണ്ടോ, പുറത്തറിയുന്നുണ്ടോ, അപമാനിക്കപ്പെടുന്നുണ്ടോ എന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ അങ്ങേയറ്റത്തെ പരാജയം. അതുകൊണ്ട് ജീവിതത്തിൽ അഖിലം വിജയിക്കണോ, പാപങ്ങളിൽ നിന്നും മുക്തമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. വ്യക്തിപരമായ കാര്യങ്ങളിൽ, വ്യക്തിപരമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ മറ്റൊന്ന് ചിന്തിക്കേണ്ടത് എന്തായാലും, അള്ളാഹു ഏറ്റവും നല്ലൊരു പ്രകൃതിയോടുകൂടെയാണ് നമ്മൾ സൃഷ്ടിച്ചത്. സഹോദരൻ, ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ആശങ്കയുണ്ടോ? നമുക്ക് നാളെക്കുറിച്ച് എന്തൊക്കെ ആശങ്കകളുണ്ട്? ഒരു തുറന്ന ശുദ്ധമായ മനസ്സ്. ഇനി അടുത്ത വിശപ്പിന് എവിടുന്ന് ഭക്ഷണം കിട്ടും കുട്ടിക്ക് ചിന്തിക്കണ്ട. എന്തെങ്കിലും രോഗങ്ങളെക്കുറിച്ചോ അപകടങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ഭയം ആ കുട്ടിക്കില്ല. ശുദ്ധമായ ഒരു പ്രകൃതി. ആ മനസ്സിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇസ്ലാം എന്നാണ്. അതാണ് ഇസ്ലാം. ആ മനസ്സ്, ആ ശുദ്ധമായ മനസ്സാണ് ഇസ്ലാം എന്നാണ്. അത് അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞാണ്, പ്രവാചകൻ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഹദീസ്, കുല്ലു മൗലൂദിൻ യൂലദ് അൽ ഫിത്ര, എല്ലാവരും ശുദ്ധ പ്രകൃതിയോടെ ജനിക്കുന്നു. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, അപവാഹു, അവന്റെ മാതാപിതാക്കൾ, യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവനെ അഗ്നി ആരാധകനാക്കും, ജൂതനാക്കും, ക്രിസ്ത്യാനിയാക്കും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് പറഞ്ഞില്ല വയുസ്ലിമാനിഹി എന്ന്? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഞാൻ വളരെ കാര്യബോധത്തോടു കൂടെ തന്നെയാണ് ഈ കാര്യം എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്. കാഴ്ചപ്പാടുകൾക്ക് മാത്രമേ തെറ്റിന് നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റും. ഉറച്ച കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ട് അവനെ മുസ്ലിമാക്കുന്നു എന്ന് പറഞ്ഞില്ല? മുസ്ലിം രക്ഷിതാക്കൾക്ക് ജനിച്ചാൽ മുസ്ലിം ആകൂല, അവൻ മുസ്ലിമാണ്. ജന്മന അവൻ മുസ്ലിമാണ്. സഹോദരങ്ങൾ, ഒരു ഇസ്ലാം പ്രകൃതിപരമായി തന്നെ ഇസ്ലാമിലാണുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ കൃത്യമായി. നമ്മൾ എല്ലാവരും കേട്ടായത്താണ്, കൃത്യമായി നീ മതത്തിലേക്ക് തിരിയുക, ഒരു ശരിയായി മതം ജീവിതത്തിൽ പുലർത്തുന്ന ഒരാളായി തീരുക. ബാക്കി എന്താ അറിയോ? അള്ള പറയാണ്, ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ, ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ പ്രകൃതി, അള്ളാഹു നമുക്ക് തന്ന പ്രകൃതി. ജനിക്കുന്ന സമയത്ത് പടച്ചോൻ തന്നൊരു സോഫ്റ്റ്വെയർ ആണ് സഹോദരങ്ങൾ. ആ ശുദ്ധ പ്രകൃതി ഒരു തിന്മയെയും ഉൾക്കൊള്ളാൻ റെഡിയല്ല. നമ്മൾ വളച്ച് പിടിച്ചു നോക്കും ആ ശുദ്ധമായ മനസ്സിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ. സഹോദരങ്ങളെ, മനസ്സ് ശക്തമായി നമ്മളോട് പ്രതികരിക്കും. ഞാൻ പറയുന്നു, ഇന്ന് ആരെങ്കിലും താടിക്ക് കൈകൊടുത്ത് ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കെട്ടിക്കാനായ മകളെ കുറിച്ച് ഓർത്തിട്ടല്ല, വരാനിരിക്കുന്ന ഒരു മാരക രോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല,
സഹോദരങ്ങളെ ചെയ്തു പോയ അപരാധങ്ങളെ കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് മാത്രമാണ്. യാതൊരു സംശയവും വേണ്ട. ഇന്നും എന്റെ മനസ്സിലൊരു സുഹൃത്തുണ്ട്. ഒരു 50 വയസ്സേ അദ്ദേഹത്തിന് 50 വയസ്സ് പ്രായമുള്ള ആളാണ്. അയാൾക്ക് മാനസിക അസ്വസ്ഥതയാണ്. എല്ലാ മരുന്നും എല്ലാ പ്രയോഗങ്ങളും നടത്തിയ ആളാണ് സഹോദരങ്ങൾ. എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡോക്ടറേറ്റ് കൊണ്ടുപോണ വഴിക്ക് ഒരു അങ്ങാടിയിൽ വെച്ച് എന്നോട് കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ അളിയനാണ്, പെങ്ങളുടെ ഭർത്താവ്, അല്പം മാനസിക പ്രശ്നങ്ങൾ, നിങ്ങളൊന്ന് പരിചയപ്പെടും. ഞാൻ വെറുതെ ഒരു ചായക്ക് പറഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് അത്ര നേരെ അയാളെ പരിചയപ്പെട്ടിട്ടുള്ളൂ. പരിചയപ്പെട്ടപ്പോൾ അയാൾക്ക് കുറേ അയാളുടെ പ്രശ്നങ്ങൾ ചോദിച്ചു. വീട്ടിലെ പ്രശ്നം, മക്കളെ പ്രശ്നം, ഭാര്യന്റെ പ്രശ്നം, ഒരാൾക്ക് പ്രശ്നം വരാവുന്ന എല്ലാ ഏരിയയും ഞാൻ ചോദിച്ചു. അയാൾക്ക് അങ്ങനത്തെ ഒരു രംഗത്തും ഒരു പ്രശ്നമേ അയാൾക്കില്ല. അയാളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തു പോയ വല്ല തെറ്റുകളെ കുറിച്ചും വല്ല പ്രയാസവും മനസ്സ് തോന്നാറുണ്ടോ? എന്റെ ചോദ്യം പൂർത്തിയായില്ല. അയാളെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ വിതുമ്പി. അയാൾ എന്നോട് പറഞ്ഞു രഹസ്യമായി. തെറ്റുകൾ പറയാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു പറയണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കുറ്റബോധം നിങ്ങൾക്കുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ രാത്രി വന്നു കിടന്നുറങ്ങിയാൽ എന്റെ കഴിഞ്ഞ നാളിലെ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഉറക്കം കിട്ടാതെയായി. ഉറക്കം കിട്ടാതെ എന്റെ മാനസിക നില തകർന്നു. എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. മരുന്ന് കഴിച്ചിട്ടും ആ ചിന്തകൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ അറിയുന്നില്ല നമ്മുടെ തെറ്റുകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞില്ല. കാരണം നമ്മൾക്കൊരു ശുദ്ധ പ്രകൃതിയുണ്ട്. ആ ശുദ്ധ പ്രകൃതിയെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, വ്യഭിചാരത്തിന്റെ ചിന്തകളിലേക്ക് ആ ശുദ്ധ മനസ്സിനെ പിടിച്ചു വലിക്കുമ്പോൾ മനസ്സ് നമ്മളിൽ നിന്ന് കുതറുകയാണ്. ചീത്ത ചിന്തകൾക്ക് വേണ്ടി മനസ്സിനെ സജ്ജമാക്കുമ്പോൾ മനസ്സ് കുതറുകയാണ്. അന്യനോട് അന്യായമായി പിണങ്ങിയ പിണക്കങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് ചൊവ്വായ മതം. ഏത് സഹോദരങ്ങളെ, ഏത് നാം ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ പ്രകൃതിയുടെ മനസ്സിന് അതിന് യോജിക്കുന്ന ഒരു മതത്തെയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വലാകിന്ന അക്സറന്നാസിലായ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നാണ്. അപ്പൊ സഹോദര, ശരിക്കും തെറ്റുകളിൽ നിന്ന് മുക്തമായി നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, വല്ലാത്ത ആ മാനുഷികാവസ്ഥ, മനുഷ്യന്റെ പ്രകൃതി തിരിച്ചു കിട്ടിയതിന്റെ ആത്മനിർവൃതിയും ആത്മസന്തോഷവും ജീവിതത്തിലുടനീളം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത്രയും വലിയൊരു മനസ്സന്തോഷം നഷ്ടപ്പെടുത്തി ഈ ചെറിയ ചെറിയ തെറ്റുകളെ സഹോദരങ്ങളെ നിലനിർത്തേണ്ട ആവശ്യമെന്ത് എന്ന് ഞാനും നിങ്ങളും ഗൗരവപരമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എല്ലാത്തിലും മതത്തിന്റെ എല്ലാ നിയമങ്ങളും ആ പ്രകൃതിക്ക് യോജിക്കുന്നതാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താ വിചാരിക്കല്? നിസ്കാരത്തിന്റെ നേരം വൈകി, കുറച്ചുകൂടെ നിസ്കരിച്ചില്ലല്ലോ, സമയം തെറ്റാൻ പോയല്ലോ, എന്നിട്ട് ബേജാറായിട്ട് ഓതൊടുത്തു വരിക. എന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ പോയപ്പോ എന്താ പറഞ്ഞത്? അരിഹ്നാബികയാ ബിലാൽ, ബിലാലെ ഒരു ആശ്വാസം തരൂ, നമുക്ക് ബാങ്ക് കൊടുക്ക്, നിസ്കരിക്കാൻ. സഹോദരങ്ങളെ, എന്ത് ചെയ്യുമ്പോഴും, നന്മ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പ്രകൃതി അതിനോട് യോജിക്കുന്നു. തിന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതി പ്രതികരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് എന്തൊക്കെ നന്മകൾ ഓർമ്മയുണ്ട്. രാവിലെ ഉണർന്നാൽ ചെല്ലാവുന്ന ദിക്റുകൾ, നമുക്ക് സൂക്ഷിക്കേണ്ട ഹറാമുകളും ഹലാലുകളും അറിവനുസരിച്ച് ഒന്ന് പ്രയോഗിച്ചു നോക്കൂ. തിന്മകൾ എന്ത് വിട്ടു നിൽക്കാൻ, നന്മകളിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ ആ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങി വരുന്നതിന്റെ ആത്മനിർവൃതിയും ആഹ്ലാദവും കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കും. വ്യക്തിപരമായ അവസ്ഥ വലുതാണ്. സഹോദരങ്ങളെ, കുടുംബത്തെയും ബാധിക്കും തെറ്റുകൾ, സംശയം വേണ്ട, കുടുംബത്തെ ബാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന എന്താ നിങ്ങൾ സാധാരണഗതി നിങ്ങൾ ചിന്താൽ മതി, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ഹൃദയബന്ധവും സ്നേഹബന്ധവും നിലനിൽക്കുന്നത് ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എനിക്ക് അവളെ പറ്റിയുള്ള വിശ്വാസം ഏതു നിമിഷം നഷ്ടപ്പെടുത്തുന്നുവോ ഞങ്ങൾ രണ്ട് മനസ്സായി, രണ്ട് ശരീരമായി, ഒരു സംശയവും വേണ്ട. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ മതി. പക്ഷെ എന്താ, ആരും പറയില്ല. ഒരു ഭാര്യയെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഭർത്താവ് പറയില്ല, ഭർത്താവിനെ പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഭാര്യയും പറയില്ല. വേറെന്തെങ്കിലും കാരണങ്ങൾ പറയും. ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നൊരു സഹോദരങ്ങളെ, എന്തായാലും സദാചാര ജീവിതമാണ്. സദാചാര ജീവിതം, ലൈംഗിക സദാചാരം. ഞാൻ വിവാഹിതരോടും അല്ലാത്തവരോടും ഒക്കെ പറയുന്നത് ലൈംഗിക സദാചാരം. അത് പറയാനൊരു കാരണമുണ്ട്. കാരണം പല കാരണങ്ങളെ കൊണ്ടും വേർപിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ യോജിപ്പിക്കാറുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ 2 കുട്ടികളില്ലേ നിങ്ങൾക്ക്, നന്നായി പോയിക്കൂടെ എന്ന് പറയും. എന്ന സഹോദരങ്ങളെ, യോജിപ്പിച്ചിട്ട് പൂർണ്ണമായി യോജിച്ചു എന്ന് പറയാൻ പറ്റാത്തതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ.
അത് ഫാഹിഷത്തും മുബയ്യിനത്താണ്. അതായത് ഭർത്താവ് കയറി വരുന്ന സമയത്ത് നേരിട്ടാണ് കണ്ടു. ആ കണ്ടതിന് ശേഷം എന്താ വെച്ചാൽ നേരെ ഒരു പക്ഷേ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയും ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ച് ഒരു വാഹനത്തിൽ കയറ്റി ഓളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുറ്റബോധം. എന്ത്, ഈ കുട്ടികൾക്ക് ഇപ്പൊ അവളെന്നെ ഉമ്മ തിരിച്ചു കൊണ്ടുവരാന്ന്. തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ സാക്ഷിയാണ്. തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം എപ്പോഴും പറയാറുള്ള കാര്യം, എന്തായാലും മൗലവി പഴയ ബന്ധമുണ്ടാക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല പഴയ ബന്ധം. അത് സത്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന എന്റെ സഹോദരിമാരോട്, നിങ്ങൾ എത്ര നല്ല വസ്ത്രം ധരിച്ചാണ് സഹോദരിമാരെ വന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ പഫ്തയിലും നിങ്ങളെ പർദ്ദയിലും നിങ്ങൾ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റില്ലേ, അതിൽ നിങ്ങളുടെ ഭർത്താവ് അസംതൃപ്തനാണെങ്കിൽ സഹോദരിമാരെ ഇന്നു മാറ്റണം. അത് ഇന്നു മാറ്റണം. നിങ്ങളോട് മഫ്ത ഇറക്കമില്ലെന്ന് അയാൾ പറഞ്ഞു, കഴുത്തു കാണുന്നെന്ന് പറഞ്ഞു, സഹോദരങ്ങളെ മാറത്തേക്ക് ഒന്നുകൂടി വിറങ്ങണമെന്ന് പറഞ്ഞു. എന്റെ സഹോദരിമാരോട് അവിടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആനന്ദകരമായ അവസ്ഥയിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി ഞാൻ പറയാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സിലുള്ളത് ഓൾക്ക് ഞാൻ പോരാ. അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുന്നതും കാണുന്നതും അവളുടെ സൗന്ദര്യം ആസ്വദിക്കൾക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഈ കോലത്തെ അവൾ പോകേണ്ടതുണ്ടോ എന്നാണോ ആ സുഹൃത്തിന്റെ മനസ്സിലെങ്കിൽ സഹോദരിമാരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. കൂടെ കിടക്കാൻ അയാളുണ്ടാകും, ബൈക്കിൽ കയറ്റാൻ അയാളുണ്ടാകും. പക്ഷേ നിങ്ങളെ മനസ്സിൽ, അയാളുടെ മനസ്സിൽ നിങ്ങളെ ഇരുത്താൻ ഒരു പക്ഷെ അയാൾക്ക് പറ്റൂല. തിരിച്ചും അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഒന്നും വേണ്ട. പലരും പറയാറുണ്ട്, ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്, അപ്പൊ ആ ഷോപ്പിൽ എന്തുണ്ട്, ലേഡീസ് ആയിട്ട് കുറെ സ്റ്റാഫ് ഉണ്ട്. രാവിലെ മൂപ്പര് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഇടങ്ങേറാണ്. ഒന്നുമില്ല, അയാൾ നല്ല മനുഷ്യനാണ്, ഒരു തകരാറില്ലാത്ത ആളാണ്, നിസ്കാരമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്നാലും അയാളും ആ അന്യ പെണ്ണുങ്ങളും അല്ലേ അവിടെ ഉള്ളത്, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് അവൾ ഇങ്ങനെ വ്യാകുലപ്പെടും. ഇത് ഭർത്താവിനോട് പറയുന്നില്ല, മനസ്സിൽ സൂക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്കത് ഒഴിവാക്കിക്കൂടെ എന്നാല്? അപ്പൊ അയാൾ വേണം തരും, നിങ്ങൾ എന്താ മൗലവി പെണ്ണ്, അങ്ങനെ ഉണ്ടാവും സംഭവം എന്ന് പറഞ്ഞാൽ അതിലെന്തുള്ളൂ വെച്ചാൽ, എന്റെ കീഴുദ്യോഗസ്ഥയായ ഒരു സ്ത്രീയോട് ഞാൻ അവിഹിതമായൊരു നോട്ടോ പെരുമാറ്റോ പെരുമാറൂ. അങ്ങനെ ഞാൻ പെരുമാറിയാൽ പിന്നെ എനിക്ക് എങ്ങനെ സ്ഥാപനം നടത്താൻ പറ്റും? ഞാൻ എന്റെ നിലവാരത്തിൽ നിന്നേ പെരുമാറുള്ളൂ. അതുകൊണ്ട് ഒരു തെറ്റായ നോട്ടവും പെരുമാറ്റവും ഒന്നും ഞാൻ ചെയ്യൂലെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ അവളുടേതാണ്, അവൾ നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു അന്യ സ്ത്രീയോട് ഫോണിൽ ഒരു 5 മിനിറ്റ് ദീർഘമായി സംസാരിക്കുന്നത് പോലും അവൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേ പറ്റൂ എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാറുണ്ട്. സഹോദരങ്ങൾ, സദാചാര ജീവിതം പ്രധാനമാണ്. ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ കേബിൾ കണക്ഷനും ടിവിയും ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ ടിവിയിൽ കാണുന്ന വൃത്തികെട്ട രംഗങ്ങളും പിന്നെ സീരിയലുകളും സിനിമകളും ഒക്കെ നിങ്ങൾ ഒരു ദുർശിച്ച ചിന്തയുമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഭാര്യ നിങ്ങളെ നോക്കി പറയുന്നു, അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ മൂപ്പർക്ക് പറ്റുന്നുണ്ടല്ലോ. അവളുടെ മനസ്സിലുണ്ടാകുന്ന ചില സംശയങ്ങളുടെ സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത്തരം തിന്മകൾ. അപ്പൊ തിന്മ വ്യക്തിജീവിതത്തെ മാത്രമല്ല കുടുംബത്തെ ബാധിക്കും. അതൊക്കെ പോകട്ടെ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായി ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഒരു കുട്ടിനെ മാറ്റാൻ ഏറ്റവും നന്നായി കഴിയുന്നത് മദ്രസാധ്യാപകനല്ല, നാട്ടിലെ പ്രസംഗകനല്ല, സീഡിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാർക്കല്ല, മറിച്ച് വാപ്പക്കാണ് മാറ്റാൻ പറ്റുക, ഉമ്മക്കാണ് മാറ്റാൻ പറ്റുക. ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയുങ്ങൾ, തന്റെ രാവും പകലും തങ്ങളോടൊപ്പം കഴിച്ചു കൂടുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാപ്പന്റെ ഉമ്മന്റെ പെരുമാറ്റങ്ങൾ മുഴുവൻ കാണുന്ന, വാപ്പ ഫോൺ ചെയ്യുമ്പോൾ മുഴുവൻ ഫോണുകൾക്കും സാക്ഷിയായിട്ടുള്ള ആ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നമ്മളെപ്പറ്റി വിചാരിക്കാൻ കഴിയണം. ഞാൻ മദ്രസന്ന് കേട്ടതും പ്രസംഗത്ത് കേട്ടതൊക്കെ ഒരു പരിധി വരെ എന്റെ വാപ്പിയമ്മയും പാലിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് ബോധമുണ്ടെങ്കിലേ സഹോദരങ്ങളെ അവരെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ സദാചാരത്തോടുകൂടെ ജീവിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമായിരിക്കുന്നതാണ്. നമ്മുടെ മക്കളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റൂല, മക്കളോടൊരു ഉപദേശം പോലും പറയാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ അധാർമികത ജീവിതം, നമ്മുടെ പാപങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ കൺട്രോൾ പോലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയും. സഹോദരങ്ങൾ, അതൊക്കെ പോകട്ടെ. എന്നെങ്കിലും ഒരു തിന്മ പിടിക്കപ്പെട്ടാൽ, പത്രത്തിൽ വരുന്നില്ലെങ്കിൽ പെൺവാണിഭങ്ങളിലും അതിലൊക്കെ അകപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ആ പത്രവാർത്ത വായിക്കുമ്പോൾ നമ്മളെ മനസ്സിലെന്താ ചിന്തിക്കാറ്, പടച്ചോനെ ഇത് ഇയാളെ ഭാര്യയും കുട്ടികളൊക്കെ കണ്ട എന്തേക്കാര അവസ്ഥ. സഹോദരങ്ങളെ, എല്ലാ അഭിമാനവും തീർന്നില്ല അതോടുകൂടെ. അതുകൊണ്ട് വലിയ അപമാനങ്ങൾ ജീവിതത്തിൽ വരുത്തി വെക്കും തിന്മകൾ, നമ്മുടെ കുടുംബത്തെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയും. സഹോദരങ്ങളെ, തിരിച്ചു വരണം. നമുക്ക് ദോഷകരമല്ലാത്ത ഒന്നും പടച്ചോൻ നമുക്ക് വിരോധിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നാം ആലോചിക്കുക, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് സാധ്യമാകാൻ സഹോദരങ്ങളെ വിശ്വാസമാണ് പ്രധാനം. ഒരു ഹദീസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മിമ്പർമ കയറ്റാണ്
സഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഫനാദാ ബി സൗത്തിൻ റഫീഅ് മിമ്പർമ കയറി വലിയ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചു. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി ഫലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബിഹി. ആ വിളി നമ്മളോടാണോ സഹോദരങ്ങളെ? ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ നിങ്ങൾ. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിക്കുകയും വലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബിഹി, ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിപ്പോവുകയും ചെയ്യാത്ത ആളുകളെ എന്നാണ്. നാവ് കൊണ്ട് എപ്പോഴും സദാചാരവും ധാർമ്മികതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിക്ക് കിടക്കാത്ത ചില ആൾക്കാരുണ്ട്. എന്നിട്ട് പറയാണ് ലാ തുഖ്ദുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ നിങ്ങൾ ദ്രോഹിക്കരുത്, മുസ്ലിങ്ങളെ നിങ്ങൾ ദ്രോഹിക്കരുത്, മുസ്ലിങ്ങളെ ദ്രോഹിക്കുക, അവർക്ക് ദ്രോഹകരമായി. വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവിടെ